ഗൈസ് അസ്സലാമു അലൈക്കും. ഇപ്പോൾ 8 മണിയായിട്ട് 8 മണിയായപ്പോൾ തന്നെ നമ്മൾ ചോറായി, പപ്പടം പൊരിച്ചു, പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്കുള്ള എന്താ പറയുക പാത്രങ്ങളും കൂട്ടാനൊക്കെ റെഡിയാക്കി ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുപ്പിൻ്റെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടുകൊണ്ട് ചോറ് അങ്ങോട്ട് വെച്ച് പപ്പടം അങ്ങോട്ട് വെച്ച്. ഇത് രാവിലെ റവ കൊണ്ട് ഉണ്ടാക്കിയ ദോശയായിരുന്നു. പിന്നെ മുട്ട റോസ്റ്റും അസമോളും അവവാച്ചും ഞാനും കുടിച്ച് ചായ കുടിച്ച്. ഇനി അഫിയും കൂടെ ഉള്ളു. അഫി മദ്രസയിട്ട് വന്നിട്ട് കുടിക്കും. പിന്നെ ഇത് നമ്മളെ കട്ടൻ ചായ, ഉച്ചക്കുള്ള വെണ്ടക്ക മുളകിട്ട്. പിന്നെ ഇത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ കുറച്ച് ഏറിപ്പോയി, ഇനി അത് മൂടിക്കാണ്ട്. ഇത് പിന്നെ ഓയിൽ പപ്പടം പൊരിച്ചത്. പിന്നെ ഇത് വെണ്ടക്കുപ്പേരി ഉണ്ടാക്കിയത്. ഇനി എനിക്ക് ഉച്ചക്ക് ഓൽക്കുള്ളത് ഞാൻ പാത്രത്തിലാക്കിയാണ്. പിന്നെ അതിൽ നിന്ന് തന്നെ ഓല് സ്കൂൾക്ക് പോകുമ്പോൾ കുട്ടികൾ ചോറ് തിന്നാൻ പോവല്. അപ്പോൾ ചോറ് വാരി കൊടുക്കലാണ്. ഞാൻ മൂന്നാൾക്കും കൂടി ഒരുമിച്ചാണ്ട് വാരി കൊടുത്താൽ വേഗം ചോറ് പള്ളയിലായിക്കോളും. അപ്പോൾ പപ്പടം വെണ്ടക്കക്കറിയും വെണ്ടക്ക ഉപ്പേരിയും കൂടി കൂട്ടിക്കാണ്ട് ചോറൊന്ന് പോകും. ഇതാ പാത്രങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിരിക്കണേ. അഫി ടിഫിനാണ് കൊണ്ടുപോകുക. പക്ഷേ ചോറ് കൊണ്ടുപോകില്ല കേട്ടോ. ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും, പക്ഷേ ഓൽക്ക് അവിടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമില്ല എന്ന് പറയും. അപ്പം ഞാൻ ഇപ്രാവശ്യം ടിഫിന് വാങ്ങിയതാണ്. ഇതാ അതിൽ കിട്ടാനുണ്ട് വെണ്ടക്ക ആക്കിക്കണേ. ഇതാ വെണ്ടക്ക ഉപ്പേരി ഇതാ. അപ്പം ഇതിൽ വെച്ച് അടച്ച് വെച്ചാൽ ഓൻ്റെത് സെറ്റാകും. പിന്നെ അവനക്കുള്ള വാട്ടർ ബോട്ടിൽ ഇന്ന് പാലുണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ്റെ പാലിൻ്റെ ഗ്ലാസ്. പിന്നെ എന്താ അസമോൾക്കും വെണ്ടക്കൊപ്പേരിയും. പിന്നെ ഇന്ന് പാലുണ്ടാവും എന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിനി. അപ്പോൾ ഓളെ വാട്ടർ ബോട്ടിൽ ദവാച്ചുൻ്റെത് അങ്ങനെ അവളുടെ 3 സെറ്റായി. പിന്നെ ദവാച്ചുൻ്റെ ഹസൻ്റെ യൂണിഫോം ഇവിടെ ഇസ്തിരി ഇട്ട് വെച്ചിക്കണേ. അഫിൻ്റെയും കൂടി ഇസ്തിരി ഇടാണ്ടായി. ഞാൻ അപ്പം മറന്നു പോയി. മറന്നതല്ല, മേലെ ഇലമേലാണ് ശരിക്കും ഉണങ്ങുണ്ടാവുള്ളൂ. മഴയല്ലേ ഇനിയാ. അപ്പോൾ വെയിൽ നല്ലോണം തട്ടാത്തതുകൊണ്ട് അപ്പോൾ ഈ മേലെ ഡൈനിയാളിൽ അയലിട്ടിക്കാണ്ട് അവിടെ ഇട്ടിക്കണം. ഇനി പോയി എടുത്തുകൊണ്ടിരണം. അങ്ങനെ അടുക്കള ഇനി ക്ലീൻ ആക്കാനും കൂടിയുള്ളൂ. അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഇതാ 8:10 ആവണുള്ളൂ. ഇനി അകടിച്ചിരി തുടക്കണം. വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് ഇതാ ഞാൻ ബെഡ്ഷീറ്റും ഒക്കെ എടുത്തുക്കണേ. അപ്പോൾ ഒരുപാട് വാഷ് ചെയ്യാണ്ട് ഇനി അടിച്ചേരി തുടക്കണം. അങ്ങനെ ഓരോ പണികളുണ്ട്. അപ്പം ഇതാ ഇത് വെണ്ടക്ക മുളകിട്ടതേക്ക് വറവിടാനും വേണ്ടി നോക്കിയപ്പം കരിവേപ്പിലില്ലേ ഇനി. അപ്പം ഞാൻ പോയി കരിവേപ്പിൻ്റെ ഇല എടുത്തുകൊണ്ട് വന്നാൽ ഇനി അത് ഈ കുപ്പിയിലാക്കിക്കാണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ അതുവരെ ഉണ്ടാക്കിയ ചായ കുടിച്ച പാത്രമൊക്കെ അത് സിങ്കിൽ നിറഞ്ഞിരിക്കണം. സിങ്ക് വൃത്തിയാക്കിയിടണം. അങ്ങനെയൊക്കെ ഓരോ പണികൾ. രാവിലെ ആയാൽ പിന്നെ ഒരു പെടപെടച്ചിലാണ്. പക്ഷേ പെട്ടെന്ന് പണി ചെയ്യും. 10 മണി 10:30 ആകുമ്പോഴത്തേന് പണി ചെയ്യും. ഇനി വാഷ് ചെയ്യാനും സോപ്പും പൊടി കുറവാണ്. അപ്പം ഞാൻ അഫിമോനോട് മദ്രസയിട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ കല്ലുമ്മ തിരുമ്പല്ല. കുറച്ചുണ്ടാകുമ്പോൾ ഞാൻ പുറത്ത് കല്ലുമ്മലിട്ടാണ് തിരുമ്പുക. പിന്നെന്താ അങ്ങനെയൊക്കെയാണ് ഇതുവരെ ആയ പണികൾ. ശരിയിട്ടില്ല കേട്ടോ. മുറ്റടിക്കാൻ രാവിലെ മുതലേ മഴ ഇങ്ങനെ പെയ്യില്ല എന്നുള്ള കോലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ മുറ്റടിച്ച് ശരിയിട്ടില്ല. അഫിമോനെ മദ്രസ ഓൻ ചായ അടിക്കണം കേട്ടോ. പിന്നെ ഓൻ വരുമ്പോൾ മാന്തൾ മീൻ കൊണ്ടുവന്നിനി. ഇനി അത് മുറിക്കണം. ഇവിടെ ഞാൻ അടുപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇനി സിങ്കിലെ പാത്രം കഴുകി പകുതി ആയപ്പോഴാണ് ഓൻ വന്നത്. ഇനി എന്താ പറയുക, ഇനി വേഗം യൂണിഫോം ഇസ്തിരി ഇടണം. കാരണം നല്ല മഴയൊക്കെ വരുന്നുണ്ട്. പെയ്യണമുണ്ട്, ചെറുതായിട്ട് പോവുക അങ്ങനെ. അപ്പം എന്താ പറയുക, കറണ്ട് ഇട്ടിയാൽ പോയാൽ ഇൻവേർട്ടറിൽ ഇസ്തിരിപ്പെട്ടി വർക്ക് ചെയ്യൂല. ഇന്നലെ കിടുന്നത്. അപ്പോൾ പുതപ്പും ബെഡ്ഷീറ്റൊന്നും റെഡിയാക്കാൻ പിന്നെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇനി കർട്ടനൊന്നും ഇതാക്കി വെച്ചിട്ടില്ല. പുറത്ത് നല്ല മഴ ഇരുട്ടെത്തി വന്നിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും ഒരു റൂമിൽ തന്നെ കിടക്കും. ഞാനും കുട്ടികളല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒരു റൂമിൽ തന്നെ പോവും. ഈ പുതപ്പ് ഇതൊക്കെ മടക്കി വൃത്തിയാക്കി വെക്കാണ്ട്. അവനിപ്പോൾ യൂണിഫോം മാറ്റിയിട്ടില്ല. അവൻ്റെ വണ്ടി വരണമെങ്കിൽ 9:45 9:50 ആവും. അസമോളോല് 9:20 ആകുമ്പോഴത്തേന് വരും. പിന്നെ ഈ റൂമും കൂടി വൃത്തിയാക്കിയിടാം കേട്ടോ. അവവാച്ചുതാ അസമോളിതാ മഫ്തിയും വെറുതെ നനഞ്ഞിക്കണ. അത് തിരുമ്പണം, അല്ലെങ്കിൽ കരിമ്പനടിക്കും.
ഇനി ഓലെ യൂണിഫോം ഇടുക, മാറ്റുക, ചോറുന്ന, സ്കൂൾക്ക് പോവുക, അങ്ങനത്തെ ഓരോ പണികളാണ് കേട്ടോ. അതെന്താ പോകാത്ത കാരണം പറയും. വന്നിക്കണം. അപ്പോൾ ഓൾക്ക് ചോറ് കൊടുക്കാനും വേണ്ടി ഞാൻ സിറ്റ് ഔട്ടിലേക്ക് പോയിക്കാണ്ടാണ് കൊടുക്കൽ. ഓൾക്കുള്ള ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓല് മദ്രസ ഇട്ട് വന്ന് യൂണിഫോമൊക്കെ മാറ്റി. അങ്ങനെ ഇതാ ഓൻ്റെ വണ്ടി വന്ന് ഓൻ പകുതി ചോറ് നിൽക്കുള്ളൂ. അപ്പോൾ തന്നെ ഓൻ്റെ വണ്ടി എത്തിയിട്ടാ. ഇത് നമ്മളവിടെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ആക്കട്ടോ. വലിച്ചിട്ട് മറ്റൊന്നും കിട്ടണില്ലേ ഇത്. അപ്പം അതാ ചോറുന്നലൊക്കെ കഴിഞ്ഞ് അസ മദ്രസിട്ട് വരുമ്പോൾ ഓളെ ഏതോ ഫ്രണ്ട് കൊടുത്തതാണല്ലോ ഒരു മുട്ടായി. ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിയും വലിയാണ്. അഫിമാൻ പോയി, ഓല് രണ്ടാളും ഇതാ. ഇനിയിപ്പോൾ ഓലും പോയാൽ ഞാൻ ഒറ്റക്കായി. അപ്പോൾ ഭയങ്കര ഒരു എന്തോ മാതിരിയാണ്. ഒറ്റക്കാവുമ്പോൾ പിന്നെ നേരം പോവാത്ത മാതിരി എങ്ങനെയെങ്കിലും വൈകുന്നേരമായി കുട്ടികൾ വന്നാൽ മതി ഇനി എന്നൊക്കെ ഇങ്ങനെ തോന്നും. വന്നാൽ പിന്നെ ഇവിടെ കച്ചറിന്നായാട്ടോ. അവച്ചും അസമോളും പോവുകയാണ് കേട്ടോ സ്കൂൾക്ക്. അമ്മച്ചി കൈ കുടിച്ചോ. പിന്നെ എൻ്റെ പണിയും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങാനും വേണ്ടി റൂമിലെത്തി. പക്ഷേ അവവാച്ചക്ക് എന്താ അറിയില്ല, ഇന്ന് ഭയങ്കര കുറുമ്പളിയിട്ട് സ്കൂൾക്ക് പോയത്.